സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കുമെന്ന മുന്നറിയിപ്പ്. ഈ മാസം അവസാനത്തോടെ വിവിധ ജില്ലകളിൽ വേനൽ മഴ പെയ്യാൻ സാധ്യത. എബി ചേരുകയാണ് വിവരങ്ങളുമായി. എബി, ഈ പറഞ്ഞതുപോലെ ഒരു രക്ഷയുമില്ല കേട്ടോ. ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ ആശ്വാസകരമായി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ കണ്ടതുപോലെ ഈ മാസം അവസാനം വേനൽ മഴ ഉണ്ടാകും എന്ന സൂചനകൾ. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ശക്തമായിട്ടുള്ള ചൂടിലൂടെ കടന്നു പോവുകയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ ചൂട് ഇത്രമാത്രം കഠിനമായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ ഒരാശ്വാസമെന്ന് പറയുന്നത് നാളെയോടുകൂടി ഈ കഠിനമായിട്ടുള്ള ചൂടിന് ഒരു നേരിയ ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. നേരത്തെ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഈ തെക്കൻ കർണാടകയുടെ ഭാഗങ്ങളിൽ ഒരു എതിർ ചക്രവാതം രൂപപ്പെട്ടിരുന്നു. അതാണ് ഇത്തരത്തിൽ ഈ ചൂട് കൂടുന്നതിനും ഒപ്പം തന്നെ ഈ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും ഇടിയോട് കൂടിയിട്ടുള്ള മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനൊക്കെ തന്നെ കാരണമായത് ആ ഒരു എതിർ ചക്രവാതമായിരുന്നു. അത് മാറുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഈ കനത്ത ചൂടിൽ ഒരു നേരിയ കുറവുണ്ടാകും എന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസങ്ങളിൽ, അതായത് ഈ ദിവസവും ശക്തമായിട്ടുള്ള ചൂടിനുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള ചൂട് വിവിധ ജില്ലകളിൽ അനുഭവപ്പെടും. അതിൽ ഏറ്റവും അധികം പാലക്കാട് ജില്ല തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് 40 ഡിഗ്രിക്ക് അടുത്ത് തന്നെ ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള സാഹചര്യമായിരിക്കും എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ കൊല്ലത്തും ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും. 39 ഡിഗ്രി വരെ അവിടെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പാലക്കാട് 40 ഡിഗ്രിയോട് അടുക്കുമെന്നും പറയുന്നുണ്ട്. ആ നിലയ്ക്ക് വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ, അതായത് രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിലൊക്കെ തന്നെയും ഉള്ളത്. വെയിൽ നേരിട്ടടിക്കാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് പോലും അവരുടെ ജോലി പോലും ആ നിലയ്ക്ക് തന്നെ ക്രമീകരിക്കണം എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു കനത്ത ചൂടിന് നാളെ മുതൽ ഒരു നേരിയ ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഏപ്രിൽ അവസാനത്തോടുകൂടി അവസാന വാരത്തിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നു എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 12 ജില്ലകളിലാണ് കേട്ടോ യെല്ലോ അലർട്ട്. ഈ പാലക്കാടൊക്കെ 40 ഡിഗ്രിക്ക് അപ്പുറം പോകുമെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഈ ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകളൊക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സൂര്യാതപം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ സൂര്യാഘാതം ഏറ്റിട്ടുണ്ടെന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ഏറ്റവും അടുത്ത ആശുപത്രികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സ്ട്രോക്ക് ക്ലിനിക്കുകളിലൊക്കെ എത്രയും പെട്ടെന്ന് എത്തേണ്ടതാണ്. മാത്രമല്ല ധാരാളം വെള്ളം കുടിക്കണം. പരമാവധി സൺ എക്സ്പോഷർ അല്ലാത്ത ഡ്രസ്സുകൾ, ഫുൾ കൈയുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുക. കടുത്ത നിറങ്ങളുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഈ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരാണ് ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടത്. ഈ 10 മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഈ ജോലി സമയങ്ങളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അതൊക്കെ പരമാവധി ഈ ജോലി സ്ഥാപന ഉടമകളൊക്കെ നൽകേണ്ടതാണ്. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ആശ്വാസകരമാകുന്നത് അടുത്ത് തന്നെ ഈ ഒരു 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത വേനൽ മഴ ഉണ്ടായേക്കും എന്ന സൂചനകളാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.